കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. കുറേ പേരായി ചോദിക്കുന്നത് ചിക്കൻ സൂപ്പിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിക്കൻ സൂപ്പ് ശരിക്കും നാടൻ രീതിയിലുള്ള ഒരു സൂപ്പാണ് ഉണ്ടാക്കുന്നത്. സൂപ്പ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും സൂപ്പ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്, ഇതിലേക്ക് ചേർക്കുന്ന സാധനങ്ങളൊക്കെയും കുറേ സാധനങ്ങളൊക്കെ വേണ്ടി വരും, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ സൂപ്പ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. സൂപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പുഴുങ്ങിയെടുത്തേക്കണ ഉരുളൻകിഴങ്ങും പിന്നെ ഗോതമ്പ് പൊടിയും കൂടിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കണം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് തന്നെ നമ്മുടെ ചിക്കൻ സൂപ്പ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ചിക്കൻ സൂപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചിക്കനാണല്ലോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും മീറ്റാണ്, ഇതിൻ്റെ അടിയിൽ കുറച്ച് എല്ലുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ചിക്കൻ പീസ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ നാടൻ കോഴിയുടെ എല്ല് കൂടുതലുള്ള ചിക്കൻ്റെ പീസാണെങ്കിലും നല്ലതാണ്. കാരണം എല്ല് കൂടുതലുള്ളതാണ് എപ്പോഴും നല്ലത് ചിക്കൻ സൂപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഫസ്റ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ എല്ലിൻ്റെ ഉള്ളിലുള്ള ആ മജ്ജയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ചിക്കൻ സൂപ്പിലേക്ക് ഇടും. അങ്ങനെ തിളപ്പിച്ച് കഴിയുമ്പോൾ ആ ചിക്കൻ സൂപ്പിലേക്ക് വരും. അപ്പോൾ അത് നല്ല ഒരു ടേസ്റ്റുള്ള സൂപ്പായിട്ട് വരാം. അപ്പോൾ അങ്ങനത്തെ ചിക്കൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ചിക്കൻ എടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു പീസ് ചിക്കൻ എടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചിക്കൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോഴിനെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ല പീസുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് എല്ലും പിന്നെ കുറച്ച് നല്ല പീസും കൂടി എടുത്താലും മതി. കാരണം ഈ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട് നമ്മളൊരു ചിക്കന് ഇങ്ങനത്തെ പീസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, അത് ഞാൻ പറഞ്ഞേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിടാം. അപ്പോൾ ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി കഴുകി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇതാണ്ട് നീക്കി വയ്ക്കാം. നമ്മുടെ സൂപ്പിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള കുരുമുളകാണ് എടുത്തേക്കുന്നത്. സൂപ്പിലേക്ക് നമുക്ക് കുരുമുളക് ചതച്ചിട്ട് ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മുഴുവനായിട്ടുള്ള കുരുമുളക് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. അപ്പോൾ അത് ഇത്രയ്ക്കാണ് എടുത്തേക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. പിന്നെ ഞാൻ ഇത്രയ്ക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും കുരുമുളകും കൂടിയിട്ട് നമുക്ക് ചതച്ചിട്ടിടുക. അല്ലെങ്കിൽ മിക്സിയിൽ ചെറിയ ചാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത് രണ്ടും നീക്കി വയ്ക്കാം. പിന്നെ നമ്മൾ സൂപ്പിലേക്ക് മുട്ട ചേർക്കും. അത് മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ ഈ മുട്ട സൂപ്പിലേക്ക് ചേർക്കുക. നമ്മൾ സൂപ്പാക്കി കുടിക്കുമ്പോൾ ആ സൂപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ മുട്ടയുടെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ ഒരു പാട പോലെ കിടക്കണ കാണില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ മുട്ട രണ്ടെണ്ണം ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും ചേർക്കും. അത് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ കഷ്ണങ്ങളായിട്ട് ഞാൻ ചേർക്കുന്നത് ഉരുളൻകിഴങ്ങ് ചേർക്കുന്നുണ്ട്. ഇതേപോലത്തെ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സബോള എടുത്തിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ക്യാരറ്റ് തീർന്നു, ലാസ്റ്റുള്ള കഷ്ണമാണത്. ഇനിയിപ്പോൾ കടയിലേക്ക് പോകണില്ലല്ലോ. അപ്പോൾ ഇത് ഉരുളൻകിഴങ്ങും പിന്നെ ക്യാരറ്റ് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. അതേപോലെ തന്നെ സവോളയും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് കുമ്പളങ്ങ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ കുമ്പളങ്ങ കൂടിയിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുമ്പളങ്ങ എൻ്റെ അടുത്തില്ല, അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാത്തത്. കുമ്പളങ്ങ നമ്മുടെ ചിക്കൻ്റെ പീസുകൾ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ കുമ്പളങ്ങയും കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിടാം. അപ്പോൾ ആ ചിക്കൻ വെന്ത് വരുമ്പോൾ കുമ്പളങ്ങയും അതിൻ്റെ കൂടെ അങ്ങനെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് അങ്ങോട്ട് ചേർന്നോളും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കുമ്പളങ്ങ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചപ്പപ്പായ ഉണ്ടല്ലോ, പച്ചപ്പപ്പായയും ചേർക്കാം. അപ്പോൾ അത് രണ്ടും നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. നല്ല ഹെൽത്തിയാണ് താനും, നല്ലൊരു സൂപ്പിന് നല്ലൊരു കൊഴുപ്പൊക്കെ കൊടുക്കും. അപ്പോൾ അത് രണ്ടും നമ്മൾ ചേർക്കണില്ല. നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങയൊക്കെ എപ്പോഴും നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പിന്നെ പപ്പായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും വീട്ടിലുണ്ടാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ അത് രണ്ടും നിങ്ങളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്നാണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഞാനിപ്പോൾ ഇവിടെ 2 പീസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇത് ഒരു പീസ് ഞാൻ മാറ്റി വയ്ക്കേണ്ട കേട്ടോ. കാരണം അത്രയ്ക്ക് മതി, കുറേ വേണ്ട. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യമുണ്ട്. കാരണം സൂപ്പിലങ്ങനെ ഒരുപാട് കഷ്ണങ്ങൾ വരാൻ പാടില്ലല്ലോ, നമുക്കിങ്ങനെ കോരി കുടിക്കാനുള്ള വെള്ളം നന്നായിട്ട് വേണമല്ലോ. ബാക്കിയുള്ളത് അവിടെ ഇരിക്കട്ടെ. ഒരു ദിവസം എനിക്കൊന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. പിന്നെ എൻ്റെ അടുത്ത് ഫ്രോസൺ കുറച്ച് ഇരിക്കുന്നുണ്ട്. ഇപ്പം അടുത്ത് കടയിലേക്ക് പോകുമെന്ന് തോന്നണില്ല.
കടകളൊക്കെ തുറക്കണുണ്ട് കേട്ടോ. ഇവിടെ കടയിൽ സാധനങ്ങളൊക്കെ കിട്ടും വാങ്ങാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് എമർജൻസി വന്നാൽ പോവാന്ന് കയറ്റി. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്യാരറ്റ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ കുമ്പളങ്ങ ഇട്ടിട്ടൊക്കെ തന്നെ സൂപ്പ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് എനിക്ക് ഇഷ്ടമാണ് സൂപ്പിൽ ഉരുളൻകിഴങ്ങ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് എന്തായാലും ഞാനിവിടെ ഒരു 1.5 ഉരുളൻകിഴങ്ങ് ചേർക്കണുള്ളൂ. സവാള നമുക്ക് ഫുള്ളെടുക്കാം, കാരണം കഷ്ണങ്ങൾ ഒരുപാട് അങ്ങോട്ട് ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സൂപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം വയ്ക്കാം. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസുകൾ ചേർക്കാം. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് ചേർത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ബട്ടർ നെയ്യ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ ബട്ടർ ചേർക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഞാനിവിടെ നമ്മുടെ അടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും കുരുമുളകും ഉണ്ടല്ലോ, അത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് ചേർക്കാം. കുരുമുളക് നിങ്ങൾ ഇതേപോലെ കുറച്ച് കൂടുതൽ ചേർത്ത് കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ നമ്മുടെ അടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും കുരുമുളകും ഉണ്ടല്ലോ, അത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് ചേർക്കാം. കുരുമുളക് നിങ്ങൾ ഇതേപോലെ കുറച്ച് കൂടുതൽ ചേർത്ത് കേട്ടോ. ഇതിലേക്ക് വെള്ളം ചേർക്കാം. വെള്ളം ഞാനിവിടെ ഒരു 5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഈ തീ ഓണാക്കട്ടെ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത് കേട്ടോ. ഫസ്റ്റ് ഒരു ഏകദേശം അളവിൽ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റൊക്കെ ആവാറാകുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി നമുക്കത് മൂടി വയ്ക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കണ ചിക്കനിൽ നന്നായിട്ട് എല്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് കൂടുതൽ നേരം നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ആ എല്ലിൻ്റെ ഉള്ളിൽ ആ ടേസ്റ്റൊക്കെ കൊണ്ട് പുറത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഇതൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ ചിക്കൻ്റെ പീസുകളുണ്ടല്ലോ അത് മാത്രം എടുത്തിട്ട് ഈ ചിക്കൻ്റെ ഈ എല്ല് മാറ്റിയിട്ട് നല്ല പീസുകൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് മൂടി വയ്ക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച് എടുക്കുക. കോൺസ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലോർ. നമ്മുടെ നാട്ടിലേക്ക് കോൺഫ്ലോർ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുക. ഇന്ത്യൻ ബ്രാൻഡ് അല്ലാത്തൊക്കെ കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുക. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിക്കൻ കഷ്ണങ്ങൾ മാത്രം എടുക്കുക. ഈ വെജിറ്റബിൾസ് ഒന്നും എടുക്കണ്ട കേട്ടോ. അത് തീ കുറച്ചിട്ട് ഇതിങ്ങനെ മൂടി വയ്ക്കാം നമുക്ക്. അപ്പം ചിക്കൻ്റെ പീസുകൾ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ചിക്കൻ്റെ ബോണൊക്കെ മാറ്റിയിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടിയിട്ട് നമ്മുടെ ചിക്കൻ സൂപ്പിലേക്ക് ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സൂപ്പിൽ ഇപ്പോൾ വെള്ളം കുറവ് പോലെ തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ചേർക്കാൻ പോണതിന് മുമ്പ് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ്റെ ഈ പീസുകൾ ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം. ഞാനിവിടെ 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പം നമ്മുടെ സൂപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചത് ചേർക്കാണ്. ഈ മുട്ട നമ്മൾ ഈ സൂപ്പിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം മുട്ട ഒഴിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തിളക്കട്ടെ. കോൺഫ്ലവർ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. നമ്മുടെ സൂപ്പ് ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ സൂപ്പിന് നല്ല തിക്കുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു കട്ടി കിട്ടും. ഇനി നിങ്ങൾക്ക് അതിലേക്ക് ടേസ്റ്റിന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടിയിട്ട് ചേർക്കാം. പക്ഷേ ഞാൻ സോയാ സോസ് ചേർക്കണില്ല, കാരണം സോയാ സോസ് ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഒരു നാടൻ സൂപ്പൊക്കെ ആകുമ്പോൾ സോയാ സോസ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനകത്ത് നമ്മളെല്ലാവരും നല്ല നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണല്ലോ ചേർത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർക്കാം. മല്ലിയില നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം.
നല്ല രസമുണ്ട്. ഉപ്പൊക്കെ നല്ല കറക്റ്റ് ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാടൻ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ സൂപ്പ് കുടിക്കുമ്പോൾ നമുക്കറിയാലോ, ചെറിയ ചൂടോട് കൂടിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ചൂടാറിയിട്ടുണ്ടെങ്കിൽ സൂപ്പിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ സൂപ്പ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ.